നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. യാക്കോബ് 4:17. ദൈവം അടച്ച വാതിൽ തുറക്കാനോ ദൈവം തുറന്ന വാതിൽ അടയ്ക്കാനോ ആർക്കും സാധിക്കുകയില്ല. പിതാവായ ദൈവം തുറന്നിരിക്കുന്നത് വിശുദ്ധിയുടെ വാതിലുകളാണെങ്കിൽ അടച്ചിരിക്കുന്നത് തിന്മയുടെ വാതിലുകളെയാണ്. നല്ല ഇടയനായ യേശുവിന്റെ സ്വരം ശ്രവിച്ച് ഈ വിശുദ്ധിയുടെ വാതിലുകളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം. നമുക്കും മറ്റുള്ളവർക്കും ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയെ പ്രാപിക്കലാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആധ്യാത്മിക നന്മ. ഈ നന്മയെ പ്രാപിച്ച എല്ലാവരും ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധിയുടെയും നന്മയുടെയും ബഹിർസ്ഫുരണമായി മാറുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ മദർ തെരേസയെ പോലെ ചുറ്റുമുള്ളവരിൽ യേശുവിനെ കണ്ടെത്തുവാനും യേശുവിനെ എന്നതുപോലെ ശുശ്രൂഷിക്കുവാനും ഈ വിശുദ്ധീകരണം നമ്മെ പ്രാപ്തരാക്കി അവിടുത്തെ അനുഗ്രഹത്തിനായി എല്ലാവരെയും ഒരുക്കുന്നു. ദൈവസ്നേഹം എന്ന ഈ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ യഥാർത്ഥമായ നന്മയുടെ ഫലം കായ്ക്കുന്ന വൃക്ഷമായി ഒരു പാത്രം വെള്ളം കുടിക്കാൻ ചോദിക്കുന്ന ശത്രുവിനും നന്മ ചെയ്യുവാൻ തക്ക പ്രചോദനമായി നമുക്ക് വളരാം. അങ്ങനെ നന്മയുള്ള മക്കളെ കണ്ട് സ്വർഗത്തിലെ സ്നേഹപിതാവായ ദൈവം സന്തോഷിക്കുകയും അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യും. അപ്പോൾ നമുക്കും ദൈവരാജ്യം ഭൂമിയിൽ വിരിയിക്കാം. ദൈവമക്കളായ നാം എല്ലാം വിശുദ്ധരോടും മാലാഖമാരോടുമൊപ്പം തപ്പുകൊട്ടി നൃത്തമാടി വിശുദ്ധ ഗീതങ്ങൾ ആലപിച്ച് പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധിയെയും ഒരുക്കിയിരിക്കുന്ന രക്ഷയെയും പ്രഘോഷിക്കുകയും ഹല്ലേലൂയ പാടുകയും ചെയ്യുമാറാകട്ടെ.